എത്രയും പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, LDFിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് LDFിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും MP മാരും മാത്രമാണെന്ന് ആരും ധരിക്കില്ല. ഈ സമരത്തിൻ്റെ കൂടെ കേരളത്തിൻ്റെ മനസാക്ഷിയുണ്ട്. മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കുന്ന ഈ മഹത്തായ നാടിൻ്റെ എല്ലാ തുരുത്തുകളുമുണ്ട് ഈ സമരവേദിയിൽ. ഈ സമരം പ്രഖ്യാപിക്കുന്നത് കേരളം ഇന്ത്യയുടെ അവിഭാജ്യമായ ഭാഗമാണെന്നാണ്. ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനതയെന്ന് നാം പണ്ട് മുതലേ പാടിക്കേട്ടവരാണ്. ആ പാഠങ്ങൾ നാം ഇടതുപക്ഷക്കാർക്ക് ഹൃദയസ്ഥമാണ്. പക്ഷേ ഈ പാഠം BJPക്ക് അറിയില്ല. ഈ പാഠം UDF മറന്നുപോകുന്നു. ഇന്ത്യ എന്നാൽ ഒന്നാണെന്ന, എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ആ ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഏതാണ് എന്ന് നോക്കിയിട്ട് നയങ്ങൾ തീരുമാനിക്കുന്ന, പണം പങ്കുവയ്ക്കുന്ന ഒരു നയവുമായി BJP സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ സർക്കാരിൻ്റെ അത്തരം ധിക്കാരങ്ങളെയെല്ലാം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും UDFും രണ്ട് കൈയും പൊക്കി തുണയ്ക്കുമ്പോൾ ആ നീക്കം തെറ്റാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നാം കൂടിയത്. ജനങ്ങൾ എവിടെയാണ്? അവിടെ ഉള്ളത് രാഷ്ട്രീയ പകയാണ്, സാമ്പത്തിക ദുരയാണ്, അടിച്ചമർത്തലാണ്, വിരോധമാണ്. അതിനെല്ലാം അതിജീവിച്ചാണ് നമ്മൾ ജനങ്ങൾ ഇത്രത്തോളം എത്തിയത്. ആ ജനങ്ങൾ ഇന്ന് പറയുന്നു, നാളെയും പറയും, എന്നും പറയും. ഏത് BJPയും ഏത് കോൺഗ്രസും ഏത് UDFും ഏത് വർഗീയ ഭക്തന്മാരും ഒന്നിച്ചു നിർത്താലും ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയെ കുറയ്ക്കാൻ കഴിയില്ല. ഈ മഹത്തായ മുന്നേറ്റത്തെ തടയുവാൻ അവർക്കാകില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നാം വന്നിരിക്കുന്നത്. ജനങ്ങൾക്ക് ഉറപ്പാണ്. പണ്ട് നമ്മളെല്ലാവരും കേട്ട ഒരു വർത്തമാനമാണ് അമ്മായി അമ്മ പോരെന്ന്. അമ്മായി അമ്മയ്ക്ക് മരുമക്കളായിട്ടുള്ള പെണ്ണുങ്ങളോട് അങ്ങേയറ്റം വൈരാഗ്യമാണത്രേ. എന്തിനെങ്കിലും അവളെ കരയിപ്പിക്കണം. ആ വൈരാഗ്യം മൂത്ത് ആ കാലത്തെ, ഇന്നല്ല കേട്ടോ, അക്കാലത്ത് അമ്മയോട് പറയുന്നു, എൻ്റെ മോൻ ചത്താലും വേണ്ടില്ല, അവളൊന്ന് കരഞ്ഞു കാണണമെന്ന്. അങ്ങനെയാണ് ആ പ്രയോഗമുണ്ടായത്. ആ പ്രയോഗം പഴയ പ്രയോഗമാണ്. ഇന്ന് കാലം മാറിയപ്പോൾ, സമൂഹത്തിൻ്റെ എല്ലാ ബോധങ്ങളും മാറി മാറി വരുമ്പോൾ, പുതിയ ബോധം അതിൻ്റെ വെളിച്ചം പ്രസരിപ്പിച്ചപ്പോൾ ഒരു വീട്ടിലും അമ്മായി അമ്മയ്ക്ക് അതുപോലെ പൊരുകുത്താൻ പറ്റില്ല. ഒരു മരുമകളും അതിന് വഴങ്ങാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ധിക്കാരം നിറഞ്ഞ സ്നേഹശൂന്യമായ ഏർപ്പാടുകളെല്ലാം അവസാനിക്കുകയാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ നാം കാണുന്നുണ്ട്, ഇപ്പോഴുമുണ്ട് അമ്മായി അമ്മമാർ. കേന്ദ്രത്തിലെ മോദി ഗവൺമെന്റ് രാഷ്ട്രീയത്തിലെ അമ്മായി അമ്മയാണ്. ആ അമ്മായിയമ്മ പറയുന്നു, എന്തെല്ലാം പറ്റിയാലും വേണ്ടില്ല, ജനങ്ങളെ പട്ടിണിയാക്കിയാലും വേണ്ടില്ല, ചുരൽമലയിൽ പണം കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, എല്ലാ തരത്തിലുമുള്ള ധിക്കാരം കാണിച്ചാലും വേണ്ടില്ല, ആ ജനങ്ങളെ കണ്ണീർ കുടിപ്പിക്കണം. എന്തുകൊണ്ടെന്നാൽ അവർ ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തവരാണ്, വഴങ്ങാത്തവരാണ്. അതുകൊണ്ട് അവരെ കരയിപ്പറ്റി തീരുമെന്ന് പ്രഖ്യാപിക്കുന്നു കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ്. വ്യത്യാസമൊന്നുണ്ട്. ആ അമ്മയിപ്പ കൊണ്ട് പറഞ്ഞത് മകൻ മരിച്ചാലും വേണ്ടില്ല എന്നാണ്. പക്ഷേ കോൺഗ്രസ് പിന്തുണയുള്ള പുതിയ അമ്മയിപ്പ പറയുന്നത് അതല്ല, മകനെ കൊന്നാലും വേണ്ടില്ല, എനിക്ക് മരുമകളുടെ കണ്ണൂർ കണ്ടേ തീരുമെന്നാണ്. ഇതാണ് രാഷ്ട്രീയ വൈരം. ഇതിന്റെ പേരാണ് സാമ്പത്തിക ഉപരോധം. അതിനു മുമ്പിൽ നാം മുട്ടുകൊത്തില്ല. നാം ജനങ്ങൾ പറയുന്നു, പ്രബുദ്ധമായ മണ്ണൊന്നായി പറയുന്നു, BJP കോൺഗ്രസ് സംഘത്തിന്റെ എല്ലാ നീചമായ നീക്കത്തെയും തോൽപ്പിച്ച പാരമ്പര്യമുള്ള കേരളം പറയുന്നു, നാം തീർച്ചയായിട്ടും ഇത്തരം നീതിക്ക് മുമ്പിൽ പരാജയപ്പെട്ട്
തലകുനിച്ച് പുറകോട്ട് പോകാൻ പോകുന്നില്ല. നമ്മുടെ യാത്ര മുമ്പോട്ടായിരിക്കും. ഇവിടെ പ്രിയപ്പെട്ട സഖാവ് മുഖ്യമന്ത്രിയും സഖാവ് കെ രാജനും സഖാവ് ഗോവിന്ദൻ മാഷും സഖാവ് ടി പി രാധാകൃഷ്ണനും എല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അതെല്ലാം ഈ പ്രക്ഷോഭത്തിൻ്റെ അടിയിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക ചിന്തകളും ഒരു പ്രചോദനമാകുന്ന ഘടകവുമാണെന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാം രാഷ്ട്രീയ ബോധ്യങ്ങൾ മൃഗപ്പെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. വ്യത്യസ്തമാണ് ഈ കേരളം. ആ വ്യത്യസ്തതയെ അവർക്ക് ഭയമാണ്. BJP ഗവൺമെന്റിന് ഉറപ്പായും ഭയമാണ് ഈ കൊച്ചു കേരളത്തെ, ഈ വലിയ നാടിൻ്റെ തെക്കേ കോണിലെ ഈ കൊച്ചു ഭൂഭാഗം. ഈ ഭൂഭാഗത്തിൻ്റെ വിസ്തൃതി വളരെ ചെറുതാണ്, ജനസംഖ്യയും ചെറുതാണ്. പക്ഷേ ചെറുതല്ല നമ്മുടെ കേരളം. പണ്ടൊരിക്കൽ ഓവിയൻ പറഞ്ഞു കേരളത്തെ പറ്റി, ഈ ഭൂമിയെ, ഇന്ത്യയെ ഒരു പന്തായി സങ്കല്പിച്ചാൽ ആ പന്തിന് മീതെയുള്ള ഒരു പൊട്ടായിരിക്കും ഇപ്പോൾ കേരളം. അത്രയും ചെറുതാണ് നാം ഭൂമിശ്രതയിൽ. ഇദ്ദേഹം പറഞ്ഞു, ആ പൊട്ടിൻ്റെ മേലുള്ള ഒരു സൂചിമുന കുത്തിട്ടാൽ അത്രത്തോളവും ചെറുതായിരിക്കും കേരളം ചിലപ്പോൾ. നമ്മുടെ ജോഗ്രഫിക്കൽ വിസ്തൃതി അത്രയേ ഉള്ളൂ. പക്ഷെ അതല്ല ഈ കേരളം. ശരിയാണ്, അളവ് കുറവാണ് ഭൂമിയുടെ, ശരിയാണ്, ജനസംഖ്യ ചെറുതാണ്. പക്ഷേ ചെറുതായ ജനസംഖ്യയുള്ള, ഭൂമി അളവ് കുറവായിട്ടുള്ള ഈ കേരളം ചെറുതല്ല. ഈ കേരളം ഇന്ത്യക്ക് എന്നും വഴി കാണിച്ചിട്ടുണ്ട്. ഇന്നല്ല, എന്നും വഴി കാട്ടിയിട്ടുണ്ട്. ഈ യാത്ര ഇപ്പോൾ ആരംഭിച്ചതല്ല. രാഷ്ട്രീയമായി ഉണർവിൻ്റെ യാത്ര നാം ആരംഭിച്ചത് 57-ലാണ്. ഒന്നാമത്തെ സർക്കാർ വന്നിവിടെ. അത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു. ആ ഗവൺമെന്റ് പറഞ്ഞു മൗലികമായ മാറ്റങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ആ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ നാം പ്രഖ്യാപിച്ചത് നാം അവിടെ കമ്മ്യൂണിസ്റ്റ് വാഴ്ച സ്ഥാപിക്കുമെന്നല്ല. നാം അന്നിവിടെ പറഞ്ഞത് നാം സോഷ്യലിസം ലക്ഷ്യമാക്കി നീങ്ങുന്നുവെന്നല്ല. അന്ന് ആ രാത്രി സന്ധ്യയ്ക്ക് അന്ന് TV ഇല്ല. ആകാശവാണിയിലൂടെ അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് EMS നടത്തിയ പ്രക്ഷേപത്തിൽ അദ്ദേഹം പറഞ്ഞു, നാം വന്നിരിക്കുന്നത് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയാണ്. അതാണ് ഇടതുപക്ഷ ബോധ്യം. അതാണ് ബോധ്യം. സോഷ്യലിസവും കമ്മ്യൂണിസവും ലക്ഷ്യമാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യക്ക് വേണ്ടത് ദേശീയ പ്രസ്ഥാനം പറഞ്ഞ, അന്ന് കോൺഗ്രസ് പറഞ്ഞ ആശയങ്ങളായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്ക് കൃഷിഭൂമി വേണം, ഭക്ഷണം വേണം ജനങ്ങൾക്ക്, തൊഴിൽ വേണം ചെറുപ്പക്കാർക്ക്. ഇതെല്ലാമാണ് നെഹ്റുവും ഗാന്ധിജിയും പറഞ്ഞത്. ആ പാഠങ്ങൾ കോൺഗ്രസ് മറന്നുപോയി. അന്നും മറന്നു, ഇന്നും മറക്കുന്നു. കോൺഗ്രസ് മറന്ന, വഴികൾ തള്ളിയ ആ പരിപാടികൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ശ്രമിക്കുക എന്നായിരുന്നു സഖാവ് EMS അന്ന് പറഞ്ഞത്. ആ ഗവൺമെന്റ് ചെയ്ത കാര്യം എന്നെ പറയുന്നില്ല. ആ ഗവൺമെന്റിന്റെ തുടർച്ചയാണ് ഈ ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് പോകുന്ന വഴി അതേ വഴിയാണ്. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ എല്ലായിടത്തെയും പോലെയല്ല കേരളത്തിലെ കാര്യം. ഇന്ത്യയിലെമ്പാടും പട്ടിണിയാണ് കൊടികുത്തി വാഴുന്നത്. എവിടെയും വർഗീയ ഭ്രാന്ത് തുള്ളുകയാണ്, ഉറഞ്ഞു തുള്ളുകയാണ്. എല്ലായിടത്തും ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ സ്തമിക്കുകയാണ്. സ്ത്രീകൾ എവിടെയും വേട്ടയാടപ്പെടുകയാണ്. ദളിതർ, ആദിവാസികൾ, പാവങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ചവിട്ടിയരക്കപ്പെടുകയാണ്. അതാണ് ഇന്ത്യയെങ്കിൽ നാം ഇവിടെ കാണുന്നുണ്ട്. ഈ തെക്കേ കോണിൽ കാണുന്നുണ്ട് വ്യത്യസ്തമായ കാഴ്ചകൾ. ആ വ്യത്യസ്തമുണ്ടാക്കിയത് ഇടതുപക്ഷമാണ്, LDF ആണ്. അതുകൊണ്ട് അവർക്ക് നമ്മുടെ വെറുപ്പാണ്, നമ്മളെ ഭയമാണ്. ആ വെറുപ്പിന്റെയും ഭയത്തിന്റെയും ഭാഗമായിട്ടാണ് മോദി ഗവൺമെന്റ് ഇവിടെ എണ്ണി പറഞ്ഞ ഓരോ രംഗത്തും കേരളത്തോട് നീതീകരിക്കാനാകാത്ത വിവേചനം കാണിക്കുന്നത്. ആ വാക്ക് മതിയാകില്ല. വിവേചനമല്ല ഇത്, ഉപരോധമാണ്. വൈരാഗ്യം മുറ്റിയ ധിക്കാരമുള്ള ഉപരോധമാണത്. അതിനെ ചെറുക്കാൻ വേണ്ടിയാണ് നമ്മുടെ പോരാട്ടം. ഈ പോരാട്ടം ഇന്ന് ആരംഭിച്ച് തീരുന്ന ഒന്നല്ല. ഈ പോരാട്ടം തുടരാൻ പോവുകയാണെന്ന് നമുക്കറിയാം. അതിൽ ഓരോ ഘട്ടത്തിലും നാം ഉണ്ടായിരിക്കും. ഈ പോരാട്ട പഥങ്ങളിൽ നാം നേടിയ നേട്ടങ്ങൾ ഏറ്റവും മുഖ്യമായ ഒന്നാണ് എക്സ്ട്രീം പോവർട്ടി എന്ന അവസ്ഥ, അതിദാരിദ്ര്യം. അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് ഭക്ഷണമില്ല, പട്ടിണിയാണവർ. ആ ഇന്ത്യൻ യഥാർത്ഥ്യം കാണുമ്പോൾ വീണ്ടും കേരളം പറഞ്ഞു, ഈ സ്റ്റേറ്റിൽ അതില്ല. എക്സ്ട്രീം പോവർട്ടി അഥവാ
അതിദാരിദ്ര്യം ഇവിടെ ഇല്ല എന്ന് നാം പ്രഖ്യാപിച്ചു, നാം തെളിയിച്ചു. നവംബർ 1 അതിൻ്റെ പ്രഖ്യാപനമായിരുന്നു നാം നടത്തിയത്. അത് കൊച്ചു കാര്യമല്ല. ആരെല്ലാമോ പറയുന്നു നിങ്ങൾ അതൊക്കെ ചെയ്തപ്പോൾ വഴി കാണിച്ചത് മാർസ് അല്ലേ എന്ന്. ഞങ്ങൾ പറയുന്നു തീർച്ചയായിട്ടും ഞങ്ങളെ മാർസ് വഴി കാണിക്കുന്നുണ്ട്. പക്ഷേ വഴി കാണിക്കുന്നത് മാർസ് മാത്രമല്ല, അതെല്ലാം മറക്കുന്നില്ല. ഞങ്ങൾ യേശുക്രിസ്തുവിനെ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ പ്രവാചകനെ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ വിവേകാനന്ദനെ മാനിക്കുന്നുണ്ട്. അവരെല്ലാം കാണിച്ച വഴിയാണത്, മാർസ് മാത്രമല്ല. അവരെല്ലാം പറഞ്ഞു വിശപ്പിനെ പറ്റി, അവരെല്ലാം പറഞ്ഞു അവരെ കാക്കേണ്ടതിനെ പറ്റി. നബിയുടെ വാചകം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു വിശക്കുന്നവന്റെ കണ്ണീരിനെ കാത്തുകൊള്ളുക എന്ന്. എന്തെന്നാൽ ദൈവത്തിലേക്ക് ഏറ്റവും അടുപ്പം അവന്റെ കണ്ണീരിനാണെന്ന് പറഞ്ഞു നബി തിരുമേനി. അദ്ദേഹം പറഞ്ഞു സത്യവിശ്വാസി നീ എത്താഴമണ്ണും മുമ്പ് ചുറ്റുപാടും കേൾക്കെ വിളിച്ചു ചോദിക്കണം ആരെങ്കിലും ആഹാരം കഴിക്കാൻ ബാക്കിയുണ്ടോ എന്ന്. എല്ലാവരും ആഹാരം കഴിച്ചുവെന്ന് ഉറപ്പാക്കിയിട്ടേ നീ വിശപ്പടക്കാവൂ എന്ന് പറഞ്ഞ ആ വാക്ക് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ഓർക്കുന്നുണ്ട് യേശുക്രിസ്തുവിനെ. ക്രിസ്തു പറഞ്ഞു അധ്വാനിക്കുന്നവരെ ഫലം ചുമക്കുന്നവരെ എൻ്റെ അടുത്തേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞു. ആ യേശുക്രിസ്തു റോമിലെ അന്നത്തെ ദേവാലയത്തിൽ പോയി പറഞ്ഞു, പരീക്ഷന്മാരെയും ശത്രുക്കളെയും നോക്കി വില ചൂണ്ടി പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ അശുദ്ധമാക്കുന്നു, ഞാൻ നിങ്ങളെ ചാട്ടവാട് കൊണ്ട് അടിച്ചു പുറത്താക്കുമെന്ന്. ആ ക്രിസ്തുവിനെ ഇടതുപക്ഷം മാനിക്കുന്നുണ്ട്, ഞങ്ങൾ മാനിക്കുന്നുണ്ട് വിവേകാനന്ദനെ. അദ്ദേഹം പറഞ്ഞു വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവം അവതരിക്കുമെങ്കിൽ അവതരിക്കേണ്ടത് ഭക്ഷണമായിട്ടായിരിക്കണമെന്ന്. അതെല്ലാം ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ ഭാഷിസ്റ്റുകളായ ഞങ്ങൾ, ഇടതുപക്ഷമായ ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചത് എക്സ്ട്രീം പോവർട്ടിക്ക് യാത്ര പറയാം. അത് പാടില്ല. ഒരു ഭാഗത്ത് സമ്പന്നത പെരുകുന്നു, ഒരു ഭാഗത്ത് പട്ടിണി പെരുകുന്നു. മാറ്റമുണ്ടായി തീരുമെന്ന് ഇടതുപക്ഷം വിശ്വസിക്കുന്നു. ആ മാറ്റം നാം വരുത്തിയിട്ടുണ്ട്. ലോകത്തെല്ലാം കൊണ്ട് സമരമെന്ന് നമുക്കറിയാം. ആ സമരത്തിന് ആഗോള പ്രാധാന്യമുണ്ട്. അവിടെ എല്ലാം ചോദ്യം ഇതായിരുന്നു, എന്താ ഇടതുപക്ഷം, എന്താ വലതുപക്ഷം? ആരൊക്കെയോ പറയുന്നുണ്ട് ഇവിടെ വ്യത്യാസമൊന്നുമില്ല എന്ന്, രണ്ടും കണക്കാണെന്ന്. LDF അന്നും ഇന്നും പറയുന്നു, എന്നും പറയും വ്യത്യാസമുണ്ട്, ഇടതുപക്ഷം വേറെ വലതുപക്ഷം വേറെ. ആ ചോദ്യത്തിന് ഉത്തരമായി ലോകോത്തരം പണ്ടേ പറഞ്ഞിട്ടുള്ളതാണെന്ന്. ആരാണ് മുഖ്യം, ഏതാണ് മുഖ്യം, പീപ്പിൾ ഓർ പ്രോഫിറ്റ്സ്? അതാണ് ചോദ്യം. വലിയവർ ജനങ്ങളാണോ അതോ പണമാണോ ലാഭമാണോ? അതാണ് ചോദ്യം. വലതുപക്ഷം പറഞ്ഞു ലാഭമാണ് വലുത്, മുഖ്യം പണമാണെന്ന് പറഞ്ഞു അവർ. ഇടതുപക്ഷം പറഞ്ഞു അല്ല, വലിയവർ ജനങ്ങളാണ്, ഒന്നാം സ്ഥാനം അവർക്കാണെന്ന് പറഞ്ഞു ഇടതുപക്ഷം. ആ വ്യത്യാസം ചെറിയ വ്യത്യാസമല്ല. പുട്സ് ദ പീപ്പിൾ ബിഫോർ പ്രോഫിറ്റ്സ് എന്നായിരുന്നു മുദ്രാവാക്യം. ലോകത്തെവിടെയും അലകടിച്ച പ്രക്ഷോഭങ്ങളെല്ലാം മുദ്രാവാക്യം വിളക്കിയ ഇടതുപക്ഷം ഈ മുദ്രാവാക്യം, പുട്സ് ദ പീപ്പിൾ ബിഫോർ പ്രോഫിറ്റ്സ്. ലാഭത്തിന് മുമ്പിൽ ജനങ്ങളെ പ്രതിഷ്ഠിക്കുക, അവർക്കാണ് മുഖ്യസ്ഥാനം. അതുകൊണ്ട് ഈ കേരളം എല്ലാ വികസന പദ്ധതിയിലും മുന്നോറിയ കേരളം, വ്യവസായ രംഗത്ത്, കാർഷിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത് എന്ന് വേണ്ട സമസ്ത രംഗത്തും മുന്നോട്ട് പോയ കേരളം പറഞ്ഞു. അതിൻ്റെ എല്ലാ ഭാഗമായിട്ട് ഞങ്ങൾ പാവങ്ങളെ വർക്കില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാണ് ഇവിടെ, എല്ലാവർക്കും ഉറപ്പാണ്. ഇവിടെ ലക്ഷങ്ങൾക്ക് ഭൂമി കൊടുത്തു ഇടതുപക്ഷം, ഇവിടെ ലക്ഷങ്ങൾക്ക് വീട് കൊടുത്തു ഇടതുപക്ഷം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇതാണല്ലോ അടിസ്ഥാനം. ആ എല്ലാ രംഗത്തും നമ്മുടെ കണ്ണു പൊതിഞ്ഞു. നാം നോക്കിയിട്ട് മുഖം തിരിച്ചിട്ടില്ല, നാം നോക്കിയിട്ട് അവരെ ചേർത്ത് പിടിച്ചു. ആ യാത്രയിൽ പ്രതിബന്ധമുണ്ടായിട്ടുണ്ട്, ഞെരുക്കമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം മറികടന്നുകൊണ്ട് നാം മുന്നോട്ട് പോയി. അങ്ങനെയാണ് കേരളത്തിൻ്റെ ഈ മാതൃക ഇന്ത്യയിലും ലോകത്തിലും സൃഷ്ടിക്കപ്പെട്ടതായി മാറിയത്. അതിനുവേണ്ടി നാം മുട്ടിപിടിക്കാവുന്ന എല്ലാം അതിന് വിട്ടുപിടിച്ചിട്ടുണ്ട്. അതെല്ലാം ആർക്കും ഒറ്റയ്ക്കുള്ള വോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ജനതയ്ക്ക്, കേരളത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടിയായിരുന്നു. അതാണ് ഈ വെറുപ്പിന്റെ കാരണം, അതാണ് ഭയത്തിന്റെ കാരണം. മോദിക്കും BJPക്കും ഭയമാകുന്നുണ്ട് ഈ ഗവൺമെന്റിനെ. അതാണ് ഓരോ രംഗത്തും അവർ ഈ കാണിക്കുന്ന കഴുത്തിൽ കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല അവർ.
നാട്യക്കാരാണ് പ്രധാനമന്ത്രി. പക്ഷേ ഞങ്ങൾ പറയുന്നു, ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകും. ആ ജനങ്ങൾ എല്ലാ പ്രതിബന്ധങ്ങളെയും ഉൾക്കൊള്ളുന്നു ശ്രദ്ധിക്കേണ്ടതില്ല. അതിനെ ഞങ്ങൾ മറികടക്കാൻ തീരുമാനിച്ചവരാണ്. നാം അതാണ് പ്രഖ്യാപിക്കുന്നത്. രാജ്യമാകെ അതുണ്ടാകുന്നുണ്ട്. നാം വീണ്ടും പറയുന്നു, അവർ ഓരോരോ ന്യായം പറയുകയാണ്. BJP-യും കോൺഗ്രസും UDF-ഉം ആരെല്ലാം പറയുന്നു അത് പലതാണെന്ന്. അല്ല, അവരെ പറ്റി പറയുമ്പോൾ ഇവിടെ നാം കാണുന്നുണ്ട്, UDF-ഉം BJP-യും ഇവിടെ പലതല്ല, ഇവിടെ ഒന്നാണവർ. അത് ഇപ്പോൾ ആരംഭിച്ചതല്ല, കൊല്ലങ്ങളായിട്ട് ആരംഭിച്ചതാണ്. അങ്ങനെയാണ് പണ്ട് വടകര ബേപ്പൂർ മോഡൽ ഉണ്ടായത്. അവിടെ BJP-യും കോൺഗ്രസും ഒന്നായി ചേർന്നുകൊണ്ട് നമ്മളെ തോൽപ്പിക്കാൻ വന്നു, വടകരയിലും ബേപ്പൂരിലും. പക്ഷെ ആര് ജയിച്ചു? കോൺഗ്രസും BJP-യും ചേർന്നാൽ അവർ പറഞ്ഞു ആർക്കും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ ജനങ്ങൾ തോൽപ്പിച്ചു. അവരാണ് വലിയവർ. ആ ജനങ്ങൾ തോൽപ്പിച്ചു. കോൺഗ്രസ് BJP സഖ്യത്തെ തോൽപ്പിച്ചുകൊണ്ട് വടകരയും ബേപ്പൂരും അന്ന് LDF ജയിച്ചു വന്നു. ആ പാഠം അത് മറക്കാതിരിക്കട്ടെ. ആ പാഠം തീർന്നു വന്ന് ഒരു പാഠവും പഠിച്ചില്ല കോൺഗ്രസ്. വീണ്ടും കോൺഗ്രസ് വാശിയോടെ അതേ വഴിക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അവർക്ക് അന്ധമായ ഇടതുപക്ഷ വിരോധമുണ്ട്. ശത്രുവാരെന്ന് ചോദിച്ചാൽ അവർ രാത്രിയും പകലും പറയും ഇടതുപക്ഷമാണെന്ന് പറയും. അതല്ല നെഹ്റു നയം. ഞാൻ പറയട്ടെ, ആ വഴി നെഹ്റുവിയൻ നയമല്ല, ആ വഴി ഗാന്ധിയൻ വഴിയല്ല. ഗാന്ധിയെ മറന്ന കോൺഗ്രസ്സാണ് പുതിയ കോൺഗ്രസ് കേരളത്തിൽ. ഇവിടുത്തെ കോൺഗ്രസ് നെഹ്റുവിനെ അറിയാത്ത കോൺഗ്രസ്സാണ്. ഗാന്ധി നെഹ്റു മൂല്യങ്ങളെല്ലാം മറക്കുന്ന കോൺഗ്രസ്, BJP-യുമായി ദശാബ്ദങ്ങൾ ബന്ധമുള്ള ഒരു കോൺഗ്രസ്സാണ് ഇവിടുത്തെ കോൺഗ്രസ്. ആ കോൺഗ്രസ് കൈപ്പറ്റിക്ക് തുറക്കിയാൽ കാണാം BJP-യെ ചേർത്ത് പിടിച്ച തളമ്പ് കാണാൻ പറ്റിയപ്പോൾ. ഇവിടുത്തെ കോൺഗ്രസ് അവർ പറയുന്നു, ഒരു കൈ കൊണ്ട് ഞങ്ങൾ BJP-യെ ചേർത്ത് പിടിക്കും, ഒരു കൈ കൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകും, RSS ഭാഗത്തേക്ക്. പക്ഷേ മതിയാകുന്നില്ല, രണ്ട് കൈ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ കൈ കൊണ്ട് ഇപ്പോൾ SDP-യെ ചേർത്ത് പിടിക്കുന്നു. അവർ ആ കൈ കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ചേർത്ത് പിടിക്കുന്നു. ഒരു ഭാഗത്ത് ഹിന്ദു വർഗീയ ഭ്രാന്ത്, മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയ ഭ്രാന്ത്. അവരോടെല്ലാം ചങ്ങാത്തം പിടിക്കാനായി നടുക്ക് നിൽക്കുന്ന കോൺഗ്രസ്. ആ കോൺഗ്രസ് ദയവായി ഗാന്ധിയൻ പാരമ്പര്യം പറയരുത്. ആ കോൺഗ്രസ് ദയവായി നെഹ്റുവിന്റെ പേരുമിണ്ടരുത്. നെഹ്റുവിനും ഗാന്ധിജിക്കും അറിയാത്ത വഴിയാണ് ഈ വഴി. ഇവിടെ ഗോവിന്ദ മാഷ പറഞ്ഞില്ലേ, എന്താ കുറ്റം മഹാത്മാഗാന്ധിയുടെ? എന്താ കുറ്റം? ഹതകനായ ഗോഡ്സെ പറയുകയാണ്, അന്നത്തെ കോടതിയിൽ അയാൾ അക്ഷോഭ്യനായിരുന്നു, പതരച്ചില്ലായിരുന്നു. അയാൾ പറയുകയാണ്, എനിക്ക് മഹാത്മാഗാന്ധിയോട് വ്യക്തിപരമായി വൈരാഗ്യമൊന്നുമില്ല, ഞാനാണ് ഇവിടെ നിറയൊഴിച്ചത്. അദ്ദേഹം പറയുന്നത്, ഈ കൈ കൊണ്ട് ഞാൻ നിറയൊഴിച്ചു, ഞാനാണ് ഘാതകൻ, മറ്റാർക്കും ഇത് പങ്കാളിത്തമില്ല. ഇത്രയും പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ഐ നോ ദാറ്റ് ഹി വാസ് എ ഗ്രേറ്റ് മാൻ. എനിക്കറിയാം മഹാത്മാഗാന്ധി മഹാനാണെന്ന് എനിക്കറിയാം. വ്യക്തിപരമായി എനിക്ക് വൈരാഗ്യമൊന്നുമില്ല മഹാത്മാഗാന്ധിയോട്. പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഇന്ത്യയിലെ ഹിന്ദുവിന്റെ വാക്ക്, ഇന്ത്യയിലെ ഹിന്ദുവിന്റെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, മഹാത്മാഗാന്ധി ഇവിടെ ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നിറയൊഴിച്ചു. ഇതാണ് ഗോഡ്സെയുടെ വാക്കുകൾ. ആർക്കും വായിക്കാൻ കിട്ടും. നാഥറാം ഗോഡ്സെ ബോൾത്ത ഹൈ പുസ്തകമുണ്ട്. മറാത്തിയിലുണ്ട്, ഹിന്ദിയിലുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്. നാടകമുണ്ട്, സിനിമയുണ്ട്. മാത്രമല്ല ഗോഡ്സെക്ക് വേണ്ടി അമ്പലങ്ങളുമുണ്ട്. ഇപ്പോൾ പല ഭാഗത്തും ഉണ്ട്. ഗാന്ധിയെ വധിച്ച ഗോഡ്സെക്ക് വേണ്ടി അമ്പലം പണിയുന്നു. അവിടെ പ്രാർത്ഥനയുണ്ട്, പൂജയുണ്ട്. ദൈവമാണ് അതൊക്കെ ഗോഡ്സെ. ആർക്ക്? BJP-ക്ക്, RSS-ന് ഗോഡ്സെ ദൈവമാണ്. ഈ രാജ്യം പറയുന്നു, ഇല്ല, ഗോഡ്സെയെ ദൈവമാക്കാൻ സമ്മതിക്കില്ല ഞങ്ങൾ. അതുകൊണ്ടാണ് അവർ മാറ്റി എഴുതിയത്. പാഠപുസ്തകങ്ങളെ മാറ്റി എഴുതി. ഞങ്ങളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ പറഞ്ഞത് മതഭ്രാന്തന്റെ വെടിയേറ്റ് മഹാത്മാഗാന്ധി മരിച്ചുവെന്നായിരുന്നു. മതഭ്രാന്തന്റെ വെടിയേറ്റ് മഹാത്മാഗാന്ധി മരിച്ചു. ഇപ്പോൾ പഠിപ്പിക്കുന്നു, ഉത്തരേന്ത്യയിൽ ഒക്ടോബർ മാസം 2-ാം തീയതി മഹാത്മാഗാന്ധി ദിവംഗതനായി. ഘാതകനില്ല,
ഇടിയുണ്ടെങ്കില്ല, വെടിവയ്ക്കാവുന്ന ആളില്ല. എങ്ങനെയോ മഹാത്മാഗാന്ധി ഭരിച്ചു, ദിവംഗതനായി. ഇതാണ് പുതിയ BJP, ഇതാണ് പുതിയ RSS. അവരുമായി ചങ്ങാത്തം കൂടെ പോകുമ്പോൾ പറയണം കോൺഗ്രസ് ആരുടെ പാർട്ടിയാണ്? കോൺഗ്രസ് ഗാന്ധിയൻ പാർട്ടിയാണോ, നെഹ്റുവിയൻ പാർട്ടിയാണോ, അതോ ഗോഡ്സെയുടെ പാർട്ടിയാണോ എന്നാണ് ചോദ്യം. അത് കോൺഗ്രസ് മാത്രമല്ല ബാധകം, എല്ലാ മതങ്ങളിലും പറ്റി പ്രശ്നം. ഇപ്പോൾ ഹിന്ദുമതം മഹത്തായ മതമാണ്. ആ മതത്തിന് മാത്രമേ ഒന്നിൽ പരം ദൈവങ്ങളെ അറിയാവൂ. ബാക്കി എല്ലാ മതങ്ങളും ഏകദൈവത്തെ പറ്റി പറയുന്നു. എല്ലാ മതങ്ങളും ഏകദൈവം. പക്ഷേ ഒരു മതം മാത്രം പറയുന്നു ബഹുദൈവങ്ങളെ പറ്റി. ആ ദൈവങ്ങളുടെ എണ്ണം 1, 2, 3 ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ മാത്രമല്ല. ഹിന്ദുമതം പറയുന്നു ദൈവങ്ങൾ 33 കോടി ഉണ്ടെന്ന്. 33 കോടി ദൈവങ്ങൾ. പറയട്ടെ BJP-ക്കാർ, ദൈവങ്ങളെപ്പറ്റി അത്രയും വിശാലമായി പറയുന്നത് മതത്തിന് എങ്ങനെയാണ്? ഇടുങ്ങിയ, സങ്കുചിതമായ, ഭ്രാന്ത് പിടിച്ച വൈരത്തിന് മതം പറയുന്നത്. ഉത്തരം BJP പറയണം. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഹിന്ദുമതം ഏത് ഹിന്ദുമതമാണ്? ഏത് ഹിന്ദുവാണത്? രണ്ടുണ്ട് ഹിന്ദുമതം ഇപ്പോൾ. ഒന്ന് ഗാന്ധിയുടെ ഹിന്ദുമതമാണ്, മറ്റൊന്ന് ഗോഡ്സെയുടെ ഹിന്ദുമതമാണ്. BJP-യും RSS-ഉം ഗോഡ്സെ പറഞ്ഞ ഹിന്ദുമതം പറയുന്നു. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം പേരും പറയുന്നത് ഗാന്ധിജി പറഞ്ഞ ഹിന്ദുമതത്തെ പറ്റിയാണ്. ആ മതം ഗാന്ധിജി പറഞ്ഞത് ഈശ്വർ അല്ലാ തേരെ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്നാണ്. അതാണ് ഗാന്ധിജി കണ്ട ഹിന്ദുമതം. ഗാന്ധിജി പറഞ്ഞു, ദൈവമേ നിന്റെ പേര് ഈശ്വരൻ എന്നാകട്ടെ, അള്ളാഹു എന്നാകട്ടെ, നീ എല്ലാവർക്കും സന്മനസ്സേകട്ടെ എന്ന് പറഞ്ഞു മഹാത്മാഗാന്ധി. അതാണ് അയോഗ്യത ഗാന്ധിജിക്ക് ജീവിക്കാൻ എന്ന് കണ്ടു ഗോഡ്സെ. നിങ്ങൾ ആ ഗോഡ്സെയുടെ ഹിന്ദുമതം പറയുകയാണ് BJP-ക്കാർ. ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് യഥാർത്ഥ ഹിന്ദുവിനെ അറിയാം, ഞങ്ങൾക്ക് വിശ്വാസമാണ് അവരെ. ഞങ്ങൾ പറയും ഞങ്ങൾക്ക് യഥാർത്ഥ ക്രിസ്ത്യാനിയെ അറിയാം. ഇടതുപക്ഷം അവർ കൈകോട്ട് പിടിക്കും. അറിയാം, ഞങ്ങൾക്ക് യഥാർത്ഥ മുസ്ലിമുകളെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അവരോട് ബന്ധുത്വം പ്രഖ്യാപിക്കുന്നു. അത് വോട്ടിന് വേണ്ടി മാത്രമല്ല, വോട്ട് വരട്ടെ, വോട്ട് പോകട്ടെ. ഇടതുപക്ഷം പ്രഖ്യാപിക്കുകയാണ് എല്ലാ മതങ്ങളിലും പെട്ട യഥാർത്ഥ വിശ്വാസിയുമായി ഞങ്ങൾക്ക് സഹോദര്യം ഉണ്ടായിരിക്കും. ഞങ്ങൾ അവരെ ഒന്നും ബന്ധുക്കളായി കാണും. വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും നിലപാട് മാറില്ല. ഇതാണ് ഇടതുപക്ഷം. ഞങ്ങൾ മതങ്ങളെ യഥാർത്ഥമായ ഒന്നായി കാണുന്നുണ്ട്. ഇന്ത്യയിൽ യഥാർത്ഥമാണ് മതങ്ങൾ, യഥാർത്ഥമല്ല. ഇവിടുത്തെ ഭൂരിപക്ഷം പേരും ഏതെങ്കിലും മതത്തിൽപ്പെട്ട വിശ്വാസികളാണ്. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷം മതവിരുദ്ധരല്ല, മതത്തെ ഞങ്ങൾ മാനിക്കുന്നവരാണ്. പക്ഷെ ഏത് മതം? ഇതാണ് ചോദ്യം. ഏത് മതം? കൊല്ലുന്ന മതമാണോ അതോ ജീവിപ്പിക്കുന്ന മതമാണോ? ഭക്ഷണം തട്ടിപ്പറ്റ മതമാണോ അതോ ആഹാരം കൊടുക്കുന്ന മതമാണോ? നീതിയെപ്പറ്റി പറയുന്ന മതമാണോ അതോ നീതിയെ തുറക്കുന്ന മതമാണോ? ഇതാണ് ചോദ്യം. ഞങ്ങൾ നീതിയുടെ മതത്തിന്റെ ഭാഗത്താണ്. ഭക്ഷണത്തെപ്പറ്റി, വസ്ത്രത്തെപ്പറ്റി, പാർപ്പിടത്തെപ്പറ്റി പറയുന്ന മതമാണ് ഞങ്ങളുടെ മതം. അവരെ വിശ്വാസമാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ പക്ഷേ മതഭ്രാന്തുമായി സന്ധിക്കില്ല. മതഭ്രാന്ത് മതവിരുദ്ധമാണ്. എല്ലാ മതങ്ങളിലും ഒന്നുപോലെ ഇന്നിപ്പോൾ തെറ്റിപ്പെടുന്ന ഒന്നാണ് മതഭ്രാന്ത്. അത് ഹിന്ദു മതത്തിലുണ്ട്, ഇസ്ലാമിലുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലുമുണ്ട്. ഇതുപോലെ ഇഷ്ടപ്പെട്ട മതഭ്രാന്ത് നിങ്ങൾക്ക് അറിയാമോ? അതല്ല മതം, അത് മതമല്ല. ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികളെ എന്നും ആവേശം കൊള്ളിക്കുന്ന മതബോധമുണ്ടല്ലോ, അതിനെ മാനിക്കുന്നുണ്ട് ഞങ്ങൾ. അതിനർത്ഥം ഞങ്ങൾ ലവലേശം മതഭ്രാന്തുമായി ചേർന്നു പോകാൻ ഒരുക്കമാണെന്നല്ല. മതം വേറെ, മതഭ്രാന്ത് വേറെ. അതാണ് പ്രശ്നം. ഇടതുപക്ഷം കൃത്യമായി പറയുന്നു, എല്ലാ തരത്തിലും പെട്ട, എല്ലാ നിറങ്ങളിലും പെട്ട മതഭ്രാന്തുകളെ തോൽപ്പിക്കാനുള്ള ഭാവന സമരത്തിൽ ഞങ്ങൾ വിശ്വാസികളെ ബന്ധുക്കളായി കാണുന്നു. അതെ, ബന്ധുക്കളാണവർ. യഥാർത്ഥ വിശ്വാസികളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവരും ഞങ്ങളെ ചേർന്നുകൊണ്ട് ഈ സമരം ജയിക്കൂ. മതഭ്രാന്ത് ജയിച്ചാൽ പിന്നെ ഇന്ത്യയില്ല. വർഗീയ ഭ്രാന്ത് ജയിച്ചാൽ പിന്നെ ഭാരതമില്ല. തീവ്രവാദത്തിന്റെ മതമായി എല്ലാ മതങ്ങളും മാറിയാൽ പിന്നെ വിശ്വാസവുമില്ല. അതുകൊണ്ട് വിശ്വാസങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്.
ഞങ്ങളുടെ വഴികൾ തീർച്ചയായിട്ടും ഇടതുപക്ഷ വഴിയാണ്. ജനങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്ന, പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന, ചെറുപ്പക്കാരെ പണി കൊടുക്കുന്ന, എല്ലാവർക്കും ഭൂമി നൽകുന്ന വഴിയാണ് ഞങ്ങളുടെ വഴി. ആ വഴിക്ക് പോയപ്പോൾ ഞങ്ങളെ പല ഭേദം വിളിച്ചിട്ടുണ്ട്. പഴയ കാലം മുതൽ ഈ കാലം വരെ ഞങ്ങളെപ്പറ്റി പറഞ്ഞു, നിങ്ങൾ കിറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു. കിറ്റ് ഗവൺമെന്റ്, ആരും വിശക്കാതിരിക്കാൻ വേണ്ടി നാം കിറ്റ് കൊടുത്തവരാണ്. അപ്പോൾ വന്ന പേരാണ് കിറ്റ് ഗവൺമെന്റ്. നാം ലക്ഷങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നു, അപ്പോഴും പേര് വീണു, നിങ്ങൾ പെൻഷൻ ഗവൺമെന്റാണ്. മാന്യരെ, ഞങ്ങൾ പറയുന്നു, അതെ, ഞങ്ങൾ കിറ്റ് ഗവൺമെന്റാണ്, ഞങ്ങൾ പെൻഷൻ ഗവൺമെന്റാണ്. പാവങ്ങളെ ചേർത്തുപിടിക്കാനായി, വിശപ്പടക്കാനായി, കണ്ണീരപ്പാനായി ഞങ്ങൾ ഇനിയും കിറ്റ് കൊടുക്കും, ഭൂമി കൊടുക്കും, ഭക്ഷണം കൊടുക്കും, പെൻഷൻ കൊടുക്കും. അതിനൊപ്പം ഞങ്ങൾ നാടിന്റെ വികസന പാതയെ ഇനിയും വീതിയേറിയ ഒന്നാക്കി മാറ്റും. നോക്കുക, എല്ലാ രംഗത്തും ഉണ്ടായ മാറ്റം നോക്കുക. ഇന്ത്യയിൽ ഒന്നാം സ്ഥാനമാണ് കേരളം. നിങ്ങൾ പറയുന്ന നീതി ആയോഗില്ലേ, നീതി ആയോഗ്, നിങ്ങളതിന്റെ പല്ലും നഖവും ഒക്കെ മാറ്റി, സ്വഭാവത്തെ മാറ്റി. എന്നിട്ടും ആ നീതി ആയോഗ് പറയുന്നു എല്ലാ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രീസിലും വികസന സൂചികകളിലും ഒന്നാം സ്ഥാനത്തിന് വരുമ്പോൾ അവരെല്ലാം പറയുന്നു നമ്പർ 1 കേരളം, വീണ്ടും നമ്പർ 1 കേരളം. അങ്ങനെ പറഞ്ഞ് എല്ലാവരും അറിയുന്നുണ്ട് കേരളത്തിന്റെ യഥാർത്ഥമായ ഒന്നാം സ്ഥാനം. അതൊക്കെ ഭയമാണ്, അതുകൊണ്ട് ഭയമാണ്. ഈ നാടറിയുന്നുണ്ട് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി, ഇതാണ് കേരള സ്റ്റോറി. എല്ലാവർക്കും ഭക്ഷണമുള്ള കേരളം, എല്ലാവർക്കും പാർപ്പിടം കൊടുക്കാനായി മുന്നോട്ട് പോകുന്ന കേരളം, എല്ലാവർക്കും നാണം മറയ്ക്കാൻ വസ്ത്രം കിട്ടി ഉറപ്പുള്ള കേരളം, എവിടെയും വർഗീയ ഫണ്ടിന് തലപൊക്കാൻ ഇടാൻ കൊടുക്കാത്ത കേരളം. ഇതാണ് കേരളം, ഇതാണ് കേരളം. അവിടെ കാണിച്ച പേക്കൂത്തല്ല, അത് അന്തിക കേരള സ്റ്റോറിയാണ്. അത് മിത്തായിരുന്നു. പക്ഷേ റിയൽ കേരള സ്റ്റോറി ഇവിടെ വരിക, കാണുക. അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ നാളുകളും എല്ലാ കണ്ണുകളും അടച്ചിരിക്കുന്നവർ. എന്നിട്ട് കള്ളക്കഥ കൊണ്ട് സത്യത്തെ മുടിവെക്കാൻ ശ്രമിക്കുന്നത്. പഴയ ചൊല്ലില്ലേ, സ്വർണ്ണപാത്രം കൊണ്ടവർ സത്യത്തെ മുടിവെക്കാൻ ശ്രമിക്കുന്നു. സത്യം പക്ഷെ അജയ്യമാണ്. അതെ, സത്യം അജയ്യമാണ്. LDF ബോധ്യമുണ്ട്. ഈ പക്ഷം സത്യത്തെ മുറുകെ പിടിക്കുന്നു, ഈ പക്ഷം മനുഷ്യരെ വലുതായി കാണുന്നു, ഈ പക്ഷം നീതിക്ക് വേണ്ടി പോരാടും, ഈ പക്ഷം തിന്മയ്ക്കെതിരാണ്, ചോരപ്രകൃതിക്കെതിരാണ്, ഈ പക്ഷം പുരോഗതിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതാണ് ഈ പക്ഷത്തിന്റെ പ്രശ്നം. അതിന്റെ പേരാണ് LDF എന്ന്. അതാണ് ഇടതുപക്ഷം. ആ പക്ഷത്തിന്റെ ഭാഗത്താണ് ചരിത്രം നിൽക്കാൻ പോകുന്നത്. സംശയമാർക്കും വേണ്ട. നമ്മയും കണ്ടല്ലോ, ഇന്നലെ കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ നമ്മൾ. ലോകത്തിന്റെ വേറൊരു കോണിൽ ഒരു ഗവൺമെന്റ് തലവനെ, പ്രസിഡന്റിനെ വേറൊരു രാഷ്ട്ര തലവൻ പറഞ്ഞയച്ച പട്ടാളം എന്നിട്ട് റാഞ്ചിക്കൊണ്ടുപോയി. അതാ വലതുപക്ഷം. വെനസ്വേല നാം മറക്കുന്നില്ല, അത് നാം മറക്കുന്നില്ല. പാതിരാവിൽ കിടന്നിറങ്ങുന്നു പ്രസിഡന്റും ഭാര്യയും ഒരു മുറിക്കകത്ത്. അതൊക്കെ വിട്ടുപിടിക്കുന്നു. തുറക്കുമ്പോൾ പട്ടാളം എന്നിരിക്കുന്നു. ഇവിടുത്തെ പട്ടാളമല്ല, പുറത്തെ പട്ടാളം, അമേരിക്കൻ പട്ടാളം. എന്നിട്ട് നേരെ റാഞ്ചിക്കൊണ്ടുപോയി, വാക്ക് തന്നെയാണ്, റാഞ്ചിക്കൊണ്ടുപോയി, കപ്പൽ കയറ്റി കടൽ കടത്തിക്കൊണ്ടുപോയി ന്യൂയോർക്കിലെ ജയിലിലടച്ചു. ഇതാ വലതുപക്ഷം. ഇതാണ് ആ പക്ഷത്തിന്റെ ജനാധിപത്യ മൂല്യബോധം. ജനാധിപത്യം അവർക്ക് വെറും ഒരു പാഴ്വാക്കാണ്. അവർക്ക് കണ്ണുപടയണമെന്നറിയാമോ? എണ്ണയിലാണ്, സമ്പത്തിലാണ്. വെനസ്വേല ലോകത്തെ ഏറ്റവും വലിയ എണ്ണ സമ്പത്തുള്ള രാജ്യമാണ്. അവിടെ പിടിമുറുക്കണം. അല്ലാതെ വേറൊരു പ്രശ്നവും ഈ തമ്പിലില്ല, പണ്ടുമില്ല. വെനസ്വേലയിൽ എല്ലാവരും മറക്കാത്തൊരു പേരാണ് ഹ്യൂഗോ ഷാവേസിന്റെ പേര്. ഹ്യൂഗോ ഷാവേസിന്റെ പേര് മറക്കാൻ പാടില്ല നമ്മൾ. അദ്ദേഹം പറഞ്ഞു, എന്നെ വഴി കാണിക്കുന്നത് ഒരു ഭാഗത്ത് കാസ്ട്രോയാണ്, മറുഭാഗത്ത് ക്രിസ്തുവാണ്. ഇഹലോകത്ത് ഞാൻ ഫിദൽ കാസ്ട്രോയെ പിന്തുടരുന്നു, പരലോകത്ത് ഞാൻ ക്രിസ്തുവിനെ പിന്തുടരുന്നു എന്ന് പറഞ്ഞ ക്യൂബയുടെ വഴിയെ ഞങ്ങൾ പോകുമെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹത്തെ ഒരിക്കലും ഇന്ത്യ മറക്കില്ല, നമ്മളാരും മറക്കില്ല. ആ വഴിക്ക് പോകാൻ ശ്രമിക്കുന്ന ആളായിരുന്നു മഡുറോക്ക്. അദ്ദേഹത്തെയാണ് രാജ്യം കൊണ്ടുപോയത്. അതാണ് വലതുപക്ഷത്തിന്റെ
ജനാധിപത്യ ബോധം. അവിടെ ആധിപത്യം ജനങ്ങൾക്കല്ല, എണ്ണയിലാണ്, സമ്പത്തിലാണ്. അത് ഇവിടെ എത്തുമ്പോഴും നാം കാണുന്നുണ്ട്. ആധിപത്യം ഇവിടെ ജനങ്ങൾക്കായിരിക്കണമെന്ന് നാം കരുതുന്നു. അതുകൊണ്ട് പ്രശ്നം അത് തന്നെയാണ്. ആർക്കാണ് പ്രാമുഖ്യം വേണ്ടത്? ജനങ്ങൾക്കാണോ ലാഭത്തിനാണോ? കമ്പോളത്തിനാണോ മൂല്യങ്ങൾക്കാണോ? ഉത്തരം കൃത്യമായി നമുക്കറിയാം. നാം ജനങ്ങളെ, മൂല്യങ്ങളെ, നന്മകളെ, പുരോഗതിയെ പ്രാണനെ പോലെ കാണും. അവർക്ക് വെറുപ്പാണ് അതിനോടല്ല. ആ വെറുപ്പിനെ നാം കുഴിച്ചു മൂടും. ആ ഭയപ്പാട് മാറ്റിയേറിയൊരു BJP ഗവൺമെന്റ്. നാം വേറൊന്നും പറയുന്നില്ല. നമ്മുടെ അവകാശപ്പെട്ട പങ്ക് വേണം. അത് ദേശീയ സമ്പത്താണ്. അത് പങ്കുവെക്കുമ്പോൾ ഒരു പാർട്ടിക്കും പ്രധാനമന്ത്രിക്കും ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റില്ല. ഈ സമ്പത്ത് നാടിൻ്റെതാണ്, നാഷണൽ വെൽത്താണത്. അത് പങ്കുവെക്കുമ്പോൾ മോദിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം, അമിത്ഷായ്ക്ക് ഉറപ്പിട്ടായ കൊടുക്കില്ല. ആ വർത്തമാനം വേണ്ട, ആ കളി വേണ്ട. അതല്ല ഡെമോക്രസി, അതല്ല ഫെഡറലിസം, അതല്ല സെക്യുലർ ഇന്ത്യ, അതല്ല 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 ഭരണഘടന. ആ കാര്യം നാം ഉയർത്തിപ്പിടിക്കുന്നു. നമുക്ക് വഴി കാണിക്കാൻ ഭരണഘടനയുണ്ട്, അത് കൃത്യമായി പറയുന്നുണ്ട്. പ്രഖ്യാപിച്ചത് ആരാണ്? പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതല്ല. പ്രഖ്യാപിച്ചത് രാഷ്ട്രപതിയുമല്ല, മന്ത്രിമാരുമല്ല. പ്രഖ്യാപിച്ചവർ ജനങ്ങളാണ്. ഒന്നാം പേജിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വേറാരുമല്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign, democratic, secular, socialist republic എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഭരണഘടന. അതാണ് വഴികാട്ടി. ഇടതുപക്ഷം ആ വഴിയെ പിന്തുടരുന്നു, ആ വഴിയെ പോകുന്നു. നിങ്ങൾക്ക് ആ വഴി ഇഷ്ടമല്ല. തരം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ എപ്പോഴും പറയുന്നു ദേശസ്നേഹം, ദേശാഭിമാനം, ഭാരതാംബ എന്നൊക്കെ പറയുന്നു. എന്തൊരു പച്ചക്കള്ളമാണത്. പക്ഷെ നിങ്ങളുടെ സാമ്പത്തിക രംഗത്തെ ഇഷ്ടപദം ഏതാണ്? ഇഷ്ടപദം FDI ആണ്. FDI എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. അതാണ് ഇഷ്ടപദം. ഏറ്റവും ഒടുവിൽ ചേർന്ന യോഗമല്ലേ പാർലമെന്റിന്റെ, അവിടെ പറഞ്ഞു LIC, GIC, ഇൻഷുറൻസ് മേഖല മുഴുവനും ഇനിയിപ്പോൾ ആർക്കും കൊടുക്കാം, FDIക്ക് കൊടുക്കാം. ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ വഴി കാണിച്ച മഹത്തായ സ്ഥാപനമാണ് അവയല്ല. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അവർ വിൽക്കാൻ പോവുകയാണ്. അവിടെ എല്ലാം FDIക്ക് സ്വാഗതമാണ്. അവിടെ എല്ലാം FDIക്ക് വേണ്ടി വഴിയൊരുക്കിയിരിക്കുകയാണ്. ചുവന്ന പട്ട് വിരിച്ചുകൊണ്ട് ഇതിലെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് FDIക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഗവൺമെന്റാണ് മോദി ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഒരു വാക്ക് മിണ്ടിക്കൂടാ. ദേശസ്നേഹം എന്ന വാക്ക്, മഹത്തായ വാക്കാണ് ദേശസ്നേഹം, ദേശാഭിമാനം. ആ വാക്ക് ഉച്ചരിക്കാൻ BJPക്ക് അവകാശമില്ല. യഥാർത്ഥമായി അതിന്റെ അവകാശികൾ നമ്മളാണ്, ഇടതുപക്ഷമാണ്. നാമാണ് ദേശാഭിമാനികൾ. നാമാണ് നാടിന്റെ യഥാർത്ഥ മൂല്യങ്ങൾക്ക് കാവൽ നിൽക്കുന്നത്. ആ നമ്മളെയാണ് അവർ വിളിക്കുന്നത് നിങ്ങൾക്ക് ഇന്ത്യയെ അറിയാമോ എന്ന്. ഞങ്ങൾക്ക് അറിയാവൂ, ഞങ്ങൾക്ക് അറിയാവൂ. ഈ നാട് അടിമച്ചങ്ങളിൽപ്പെട്ട് നട്ടം തെളിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങളാണ് ആദ്യമേ പറഞ്ഞത് പൂർണ്ണ സ്വരാജ്യം എന്ന്. വേറെ നിങ്ങളാരുമല്ല, കോൺഗ്രസ് പോലുമല്ല. ആരാണ് മുദ്രാവാക്യം ആദ്യം പറഞ്ഞത്? പൂർണ്ണ സ്വരാജ്യ മുദ്രാവാക്യം ആരാണ്? ഹർഷദ് ബഹാനിയാണ്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഈ ഡൊമിനിയൻ പദവിയെ പറ്റി മാത്രം പറഞ്ഞാൽ പോരാ. കോൺഗ്രസ് പറയേണ്ടത് സമ്പൂർണമായ സ്വാതന്ത്ര്യം വേണമെന്നാണ്. അദ്ദേഹം പറഞ്ഞു ആ ലക്ഷ്യം അതുകൊണ്ട് പൂർണ്ണമായ സ്വരാജായിരിക്കണം എന്ന് പറഞ്ഞു. മഹാത്മാഗാന്ധി അന്ന് പറഞ്ഞു മഹാത്മാഗാന്ധി നല്ല ആശയമാണ്, പക്ഷെ അത് ഇംപ്രാക്ടിക്കലാണ്, അപ്രായോഗികമാണ്, അകാലികമാണ് എന്ന് ഗാന്ധിജി പറഞ്ഞാൽ ആ പ്രമേയം തോൽക്കും. ഹർഷദ് ബഹാനി വെച്ച പ്രമേയം തോറ്റുപോയി. അന്ന് കോൺഗ്രസ് തള്ളിക്കളഞ്ഞു ആ പ്രമേയത്തെ. അത് പറഞ്ഞ ഹർഷദ് ബഹാനി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, കോൺഗ്രസിലെ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിരുന്നു. ആ ബഹാരിയാണ് 25 കാൺപൂരിൽ കൂടിയ സമ്മേളനത്തിൽ, കമ്മ്യൂണിസ്റ്റ് സമ്മേളനത്തിൽ ഉണ്ടാക്കിയ സോദാ സംഘത്തിലെ അധ്യക്ഷൻ ഹർഷദ് ബഹാനി ആയിരുന്നു. എത്ര പേരുണ്ട് പറയുന്നത് പോലെ. ഇതാണ് ഞങ്ങൾ. നിങ്ങളോ? നിങ്ങൾ എവിടെയായിരുന്നു? പറയട്ടെ BJP. ആ സ്ഥിരത് ഹിമാചലൻ ജനങ്ങൾ നാടിന് വേണ്ടി പടവെട്ടിയപ്പോൾ കൈകളിലെയും കരകളിലെയും ചങ്ങല പൊട്ടിക്കാൻ വേണ്ടി പോരാടിയപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു?
BJP പറഞ്ഞു ഞങ്ങളെങ്ങോട്ടൊന്നുമില്ല. അന്ന് BJP ഇല്ല, അന്ന് RSS ഉണ്ട്. ഞങ്ങൾ രാഷ്ട്രീയം പറയില്ല, ഞങ്ങൾ സാംസ്കാരിക പ്രസ്ഥാനമാണ്. സ്വാതന്ത്ര്യം രാഷ്ട്രീയമാണ്, സ്വരാജ് രാഷ്ട്രീയമാണ്, ഉപ്പുമുറുക്കാൻ പോയാൽ രാഷ്ട്രീയമാണ്, ഖാദി പ്രചരണം രാഷ്ട്രീയമാണ്, ക്വിറ്റിന്റെ രാഷ്ട്രീയമാണ്. ഞങ്ങൾ ആ വഴിക്കൊന്നും വരില്ല. ഞങ്ങൾ പരിപൂർണമായിട്ടും സാംസ്കാരിക പ്രസ്ഥാനമാണ്. ഒരു കാണിയെപ്പോലെ പോലും നോക്കാതെ വഴിമാറിപ്പോയതാണ് RSSകാർ. അവരിപ്പോൾ നമ്മളെല്ലാം പഠിപ്പിക്കുമ്പോൾ ദേശസ്നേഹം അവിടെ പോയി അത് പഠിക്കാൻ നമുക്കാർക്ക് മനസ്സില്ലെന്ന് നാം പറയുകയാണ്. BJP പള്ളിപ്പുറത്ത് പോയി നാം പഠിക്കില്ല ദേശസ്നേഹം. പഠിക്കാൻ അവരിവിടെ വരട്ടെ വേണമെങ്കിൽ. നാം സത്യം ഒന്നും ആരും മറക്കുന്നില്ല. ഇപ്പോൾ പുതിയ ആളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആളിന്റെ പേര് എല്ലാവർക്കും അറിയുന്ന പേരാണ്, സവർക്കർ എന്നാണ് പേര്. സവർക്കർ, അതാണ് അദ്ദേഹത്തിന്റെ വീരൻ. VD സവർക്കർ. അവർ വിളിക്കും വീര സവർക്കർ, വീര സവർക്കർ. എന്താ വീരത്വം, എന്താ മേന്മ? അദ്ദേഹം മാപ്പ് എഴുതി. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടം മാപ്പ് എഴുതി. ഒരു അപേക്ഷയിൽ അദ്ദേഹം പറഞ്ഞു, അവസാന ഭാഗത്ത് എഴുതുകയാണ്, അതുകൊണ്ട് എല്ലാ കത്തുകളും പോകുന്നത് രാജ്ഞിക്കാണ്, ബ്രിട്ടീഷ് രാജ്ഞിക്ക്. അതുകൊണ്ട് തിരുവള്ളത്തിൽ ദയവുണ്ടായി വഴിതെറ്റിപ്പോയ പുത്രനോട് ദയതോന്നിച്ച് എന്നെ വിട്ടയക്കാൻ തയ്യാറായാൽ ശിഷ്ടകാലം മുഴുവനും ഞാൻ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അനുസരണയുള്ള ശിഷ്യനായി പ്രവർത്തിക്കാമെന്ന് ഉറപ്പു നൽകുന്നു. ഇതാണ് വാചകം. ഇതാണ് വീര സവർക്കർ. ഇതാണ് RSS. ഇതാണ് RSS ദേശസ്നേഹം. ആ പാരമ്പര്യം അറപ്പാണ് ഞങ്ങൾക്ക്. അത് കേട്ടാൽ ശ്രദ്ധിക്കാൻ പറ്റും ഞങ്ങൾക്ക്. ആ വഴി ഞങ്ങളുടെ വഴി. ഞങ്ങളുടെ വഴി ഭഗത് സിംഗിന്റെ വഴിയാണ്. ആ വഴിയിൽ രാജ്ഗുരുവുണ്ട്, സുഖദേവുണ്ട്. ആ വഴിയിൽ പുന്നപ്പയുണ്ട്, വയലാറുണ്ട്, തേഭാഗയും തെലുങ്കാനയും ഉണ്ട്. അവിടെയെല്ലാം ഞങ്ങളുടെ ചോരയുണ്ട്, ഞങ്ങളുടെ ജീവനുണ്ട്. നിങ്ങളപ്പോൾ മാപ്പ് എഴുതാൻ പോയവരാണ്. അതൊന്നും മൂടി വയ്ക്കാൻ പറ്റില്ല. ടെക്സ്റ്റ് ബുക്ക് മാറ്റി എഴുതിയാൽ, സത്യങ്ങൾ മൂടി വച്ചാൽ അതൊന്നും മാറിപ്പോകലെന്ന കാര്യം അറിയണം BJP. BJP നീക്കത്തെ ചെറുക്കാൻ വേണ്ടിയാണ് നാം എന്നും പോരാടിയത്. അതാണ് ആരേക്കാളും വെറുപ്പ് അവർക്ക് നമ്മളോട്. ആ വെറുപ്പിനെ നാം കൂസുന്നില്ല. നാം അതിനെ നിസ്സാരമായി കാണുക തന്നെയാണ്. രാഷ്ട്രീയമായി ആശയപരമായി നാം എതിരിടുന്നതിനെ ജനങ്ങൾ നമുക്കുണ്ട് നമ്മുടെ കൂടെയാണ്. ആ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കൊപ്പം നാം പോരാടുമെന്നും ഈ സമരത്തിൽ നാം ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സഹാക്കളെ മുന്നോട്ട്.